Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് നീഡ് ഫോർ സൗണ്ട് വേജ് പോളിസിയും അതേപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് വേജ് സിസ്റ്റത്തിലത്തെ മൂന്നാമത്തെ മെത്തേഡായിട്ടുള്ള ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തിനാണ് ഒരു ഫേം ഇത്രയും സ്ട്രോങ് ആയിട്ട് നല്ലൊരു വേജ് പോളിസി നിർമ്മിക്കേണ്ട ആവശ്യം എന്നുള്ളതാണ് പറയുന്നത്. ആവശ്യകത എന്താണ്? A sound wage policy is an important element of wage and salary administration in an organization. ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് തന്നെയാണ് അവിടെ പ്രിവെയിൽ ചെയ്യുന്ന വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. വൈൽ പ്രിപ്പയറിംഗ് എ വേജ് പോളിസി ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ് ഷുഡ് ബി കൺസിഡേർഡ്. ഒരു ഫേം അതിൻ്റെ വേജ് പോളിസി പ്രിപ്പയർ ചെയ്യുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും പ്രാധാന്യം അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യകത വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലിങ്ക്ഡ് വിത്ത് പ്രൊഡക്ടിവിറ്റി. വേജ് പോളിസി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും അതുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് ഓരോ വർക്കറുടെയും പ്രൊഡക്ടിവിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓരോ വർക്കറും എത്രമാത്രം വർക്ക്ഹോളിക്കാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുതൽ നടത്താൻ പറ്റുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്ന വേജ് പോളിസി ഫിക്സ് ചെയ്യേണ്ടത്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഇറ്റ് ഷുഡ് ബി റിലേറ്റഡ് വിത്ത് ജോബ് റിക്വയർമെൻറ്റ്സ്. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണോ ആ റിക്വയർമെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ വേജ് പോളിസി നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. കാരണം മച്ച് ഇമ്പോർട്ടൻസ് ഷാൽ ബി ഗിവൺ ഫോർ സ്കിൽ ഓഫ് ദ എംപ്ലോയീസ്. ഒരു എംപ്ലോയിയെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ജോബ് എങ്ങനെ ചെയ്താലാണ് അതിൻ്റെ പെർഫെക്ഷനിലേക്ക് എത്തുക, അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്കില്ല് അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ്, അപ്പോൾ ഇത്രയും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വെച്ചാൽ മാത്രമാണ് ആ ജോബ് അത്രയും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോബിൻ്റെ റിക്വയർമെൻറ്റ്സിനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു വേജ് പോളിസി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ മച്ച് ഇമ്പോർട്ടൻസ് ഷാൽ ബി ഗിവൺ ഫോർ സ്കിൽ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ സ്കില്ല് നമ്മൾ സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസിന് ഇതിൽ എത്രമാത്രം കഴിവുകളുണ്ട്, അവരുടെ സർവീസിൻ്റെ ലെങ്ത്ത്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് വേണം നമ്മളൊരു വേജ് പോളിസി ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് തേർഡ് പോയിന്റിൽ പറയുന്നത് ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഏതൊരു വേജ് പോളിസി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും അത് ഹെൽപ്പ് ചെയ്യുന്നതിനാണ് എപ്പോഴും പ്രൊഡക്ഷൻ കൂടുക ഒപ്പം തന്നെ കോസ്റ്റ് കുറയ്ക്കുക. ഈ രണ്ട് എയിമുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഏത് പോളിസിയും ഒരു ഫേം രൂപകൽപ്പന ചെയ്യുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം നമുക്ക് പ്രോഫിറ്റ് മാക്സിമം അച്ചീവ് ചെയ്യാൻ സാധിക്കുക, അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി മാക്സിമം കൂട്ടാൻ സാധിക്കുക, ഒപ്പം തന്നെ ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത് ഇൻസെൻറ്റീവ് സിസ്റ്റം. എന്താണ് ഇൻസെൻറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നല്ല വേജ് പോളിസിയിലും ഉൾക്കൊള്ളിക്കേണ്ടതായ അത്യാവശ്യമായൊരു ഘടകമാണ് ഇൻസെൻറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ഓരോ എംപ്ലോയിക്കും ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാലറി അല്ലെങ്കിൽ വേജ് നമ്മൾ കൊടുക്കുന്നുണ്ട് ജോലിയുടെ അനുസരിച്ച്. ഒപ്പം തന്നെ അവരുടെ ബെറ്റർ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യും തോറും അവർക്ക് അത്രത്തോളം ഇൻസെൻറ്റീവ്സും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം ഒരു വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് മിനിമം വേജസ്. മിനിമം വേജസ് എന്ന് പറഞ്ഞാൽ ഓരോ വേജ് പ്ലാനും നിർബന്ധമായും മിനിമം വേജസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഗ്യാരണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കണം. ഇറ്റ് ഷുഡ് ഓൾസോ കൺസിഡർ ദ മിനിമം എസെൻഷ്യൽ നീഡ്സ് ഓഫ് എ വർക്കേഴ്സ് ഇൻ ദ എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റ്. ഇപ്പോൾ നമ്മുടെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു എംപ്ലോയിക്ക് ജീവിച്ച് പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ മിനിമം ആയിട്ടുള്ള ഒരു എമൗണ്ടിനെ ആയിരിക്കണം നമ്മുടെ വേജ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് വേണം വേജ് പോളിസി ഫിക്സ് ചെയ്യാൻ. സിക്സ്ത് പോയിന്റിൽ പറയുന്നത് എഫിഷ്യൻസി. A good wage plan should induce the workers to work efficiently. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എംപ്ലോയിക്ക് അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ടോ ആ കഴിവിനെ ബേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ, വർക്ക് എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തക്കതായിട്ടുള്ള ഒരു മോട്ടിവേഷൻ അവിടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വേജ് പ്ലാൻ എപ്പോഴും ഒരു വർക്കറെ
കൂടുതലായിട്ട് എഫിഷ്യൻ്റായി വർക്ക് ചെയ്യാൻ തോന്നിക്കുന്ന തരത്തിലായിരിക്കണം. കാരണം പ്രോപ്പർ റെക്കഗ്നീഷൻ മസ്റ്റ് ബി ഗിവൺ ടു ദ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ്. ഒരു വർക്കർ വളരെ എഫിഷ്യൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ റെക്കഗ്നൈസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് നമ്മൾ കൊടുത്തുകൊണ്ട്, മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർ എഫിഷ്യൻസിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ എംപ്ലോയിക്ക് വന്നാൽ മാത്രമാണ് അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടാവുന്നുള്ളൂ. 7th പോയിന്റിൽ പറയുന്നത് ഡിഫറൻസ് ഇൻ വേജസ്. വേജസ് പെയ്ഡ് ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ് ഹാവ് എ പ്രോപ്പർ റിലേഷൻ വിത്ത് ദ വർത്ത് ഓഫ് ദ ജോബ്. എന്താണ് വേജ് എങ്ങനെ പേ ചെയ്യണം എന്നാണ് പറയുന്നത്? ഡിഫറെൻറ്റ് കാറ്റഗറീസ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ ഒരേ പോസ്റ്റിലും അല്ല വർക്ക് ചെയ്യുന്നുണ്ടാവുക. അവരെല്ലാം വെവ്വേറെ കാറ്റഗറി ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചായിരിക്കണം അവർക്ക് പേയ്മെൻറ്റ് കിട്ടേണ്ടത്. കാരണം ഒരു മാനേജർ വർക്ക് ചെയ്യുന്നത് അവർ അത്രമാത്രം എഫിഷ്യൻ്റായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അവരുടെ സാലറിയും, അതേപോലെ അവിടെ ഒരു സൂപ്പർവൈസർ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സാലറിയും, ഏറ്റവും ലെവലിലുള്ള ക്ലീനിങ് സ്റ്റാഫ് അതുപോലെ തന്നെ ലോവർ ലെവലിലുള്ള എംപ്ലോയീസിനുള്ള സാലറി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അവർ ചെയ്യുന്ന ആ വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് ഇൻ വേജസ് ഓഫ് ഡിഫറെൻറ്റ് ജോബ്സ് മസ്റ്റ് ബി അൺജസ്റ്റിഫൈഡ്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു വേജ് പ്ലാന് അല്ലെങ്കിൽ ഒരു പോളിസി എങ്ങനെയായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? നമ്മുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ചിന് അനുസൃതമായി തന്നെ നമുക്കത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം ഒരു വേജ് പ്ലാൻ എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് 9th പോയിന്റിൽ പറയുന്നത് ഗുഡ് റിലേഷൻ വിത്ത് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻ ആൻഡ് എംപ്ലോയീസ് മസ്റ്റ് ബി ഇൻഫോംഡ് ദ പ്രൊസീജിയേഴ്സ് അഡോപ്റ്റഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് വേജ് റേറ്റ്. ഇവിടെ ഒരു കമ്പനി അവരുടെ വേജ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരുടെ എംപ്ലോയീസിനെയും അതേപോലെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻസിനെയും അറിയിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ തമ്മിൽ, അതായത് എംപ്ലോയീസും യൂണിയനും മാനേജ്മെൻറ്റും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് 10th പോയിന്റിൽ പറയുന്ന റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. നല്ലൊരു വേജ് പോളിസി ആണ് അല്ലെങ്കിൽ നല്ല തരത്തിലുള്ള വേജ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന മറ്റുള്ള കമ്പനികളെ പോലെ തന്നെ നമ്മുടെ ഫേമും നന്നായി വേജസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരേക്ക് എംപ്ലോയീസ് ഒന്നും അവിടെ വിട്ടുപോകുന്നൊരവസ്ഥ അവിടെ ഉണ്ടാവുന്നില്ല. ആൻഡ് ഷുഡ് ബി അട്രാക്റ്റീവ്. കാരണം എപ്പോഴും വേജ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ അട്രാക്റ്റീവ് ആവുന്ന തരത്തിൽ വേണം അതൊരു പോളിസി ഫോം ചെയ്യാൻ. ഒരു പരിധി വരേക്ക് ആൾക്കാർ ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു കാരണവും ഇവരുടെ വേജ് പോളിസി തന്നെ ആയിരിക്കും. ആൻഡ് 11th പോയിന്റിൽ പറയുന്നത് ടു അട്രാക്റ്റ് ഗുഡ് ആൻഡ് എഫിഷ്യൻറ്റ് എംപ്ലോയീസ്. അതായത് ഒരു ഫേം എപ്പോഴും നല്ലൊരു വേജ് പോളിസി ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ കമ്പനിയിൽ വല്ല ഒഴിവ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ നല്ല ഗുഡ് എംപ്ലോയീസിനൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായകമാവുന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു വേജ് പോളിസിയാണ് അവർ കൊടുക്കുന്നതെങ്കിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് എപ്പോഴും റെഡി ആയിരിക്കും അവിടെ ഒരു ഒഴിവ് വരാനും അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇറ്റ് വിൽ റെഡ്യൂസ് റിക്രൂട്ട്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കമ്പനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ്, അതേപോലെ അൺസ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുക, പിന്നെ അതേപോലെ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കോസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ എല്ലാം അപ്ലൈ ചെയ്യുന്നത് അത്രയും എഫിഷ്യൻ്റായ ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ അതോടെ ഇതിലുള്ള കോസ്റ്റുകൾ കമ്പനിക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. 12th പോയിന്റിൽ പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ്. കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ജനജീവിതത്തിന് എങ്ങനെയാണോ അവർക്ക് അവരുടെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിനനുസൃതമായ അല്ലെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു വേജ് പോളിസി ആയിരിക്കണം എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി മെയിനായിട്ട് പറയാനുള്ളത്, ഇൻ ഷോർട്ട്
the rational, sound and good wage policy should have the following objectives. ഇപ്പം നമ്മൾ 12 പോയിന്റ് ഇവിടെ ഡിസ്കസ് ചെയ്തു. എന്നാലും ഒന്നുകൂടി കട്ട് ഷോർട്ട് ചെയ്ത് പറയുമ്പോൾ മെയിനായിട്ട് പറയുന്നത് എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യാനും റീറ്റെയിൻ ചെയ്യാനും. ധാരാളം എംപ്ലോയീസ് നമ്മുടെ അവിടെ വർക്ക് ചെയ്യാൻ വരാൻ വില്ലിങ് ആവണം. അതേപോലെ ഉള്ള ആൾക്കാർ പോവാതിരിക്കണം. അപ്പോൾ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ടു ഫിക്സ് പേ അക്കോർഡിംഗ് ടു ജോബ് കണ്ടൻസ് ആൻഡ് വർത്ത്. ഓരോ ആൾക്കാരും ചെയ്യുന്ന ജോബ് അതിൻ്റെ മൂല്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം അവിടുത്തെ പേയ്മെൻറ്റും ഉണ്ടായിരിക്കേണ്ടത്. ടു ലിങ്ക് റിവാർഡ് വിത്ത് എഫേർട്ട്. എപ്പോഴും നമ്മൾ ഈ പോളിസി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയും എടുക്കുന്ന എഫേർട്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം അതിനനുസരിച്ചുള്ള റിവാർഡുകളും കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത് ടു ഡിവൈഡ് ദ ബെനിഫിറ്റ്സ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി എമംഗ് വർക്കേഴ്സ്, മാനേജ്മെൻറ്റ് ആൻഡ് കൺസ്യൂമേഴ്സ്. കമ്പനിക്ക് കിട്ടുന്ന പ്രൊഡക്ടിവിറ്റി മൂലം കമ്പനിക്ക് കിട്ടുന്നതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളെയും വർക്കേഴ്സിനും മാനേജ്മെൻറ്റിനും കൺസ്യൂമേഴ്സിനും ഒക്കെ വരുന്ന പോലെ തന്നെ ഡിവൈഡ് ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കണം. ആൻഡ് ടു ഇംപ്രൂവ് എംപ്ലോയീസ് മൊറൈൽ ആൻഡ് പ്രൊഡക്ടിവിറ്റി. കാരണം നല്ലൊരു വേജ് പോളിസി വരുമ്പോൾ അവിടെ എംപ്ലോയീസൊക്കെ വളരെ കൃത്യമായി വർക്ക് ചെയ്യാനൊക്കെ വില്ലിങ് ആയിരിക്കും. അതുവഴി പ്രൊഡക്ടിവിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ടു സിംപ്ലിഫൈ കളക്റ്റീവ് ബാർഗെയിനിങ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ, എല്ലാവരും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അലമുറയിടുന്നൊരു അവസ്ഥ വരിക, അല്ലെങ്കിൽ അത് ബാർഗെയിൻ ചെയ്ത് വാങ്ങേണ്ടതായിട്ടുള്ള അവസ്ഥ, അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ടു ഡെവലപ്പ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ടു കൺട്രോൾ വേജസ്, ഇൻകം ആൻഡ് പ്രൈസസ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡ് വേജ് കൺട്രോൾ, ഇൻകം ആൻഡ് പ്രൈസ് ഒക്കെ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ബേസിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് പോകാൻ സാധിക്കുന്നു. ടു പ്രൊമോട്ട് ഓർഗനൈസേഷണൽ ഫ്ലെക്സിബിലിറ്റി. അതുവഴിക്ക് തന്നെ ഓർഗനൈസേഷണൽ ഫ്ലെക്സിബിലിറ്റിനെ പ്രൊമോട്ട് ചെയ്യാം. ആൻഡ് ടു പ്രിവെൻറ്റ് ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ബൈ പ്രിസ്ക്രൈബിംഗ് സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജസ് ആൻഡ് ബൈ എൻഷുറിംഗ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഒരേ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരേ ശമ്പളം എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക. അതുപോലെ മാക്സിമം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയൊന്നും ഇല്ലാതിരിക്കുക. അവർക്കുള്ള മിനിമം സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നിർവചിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരു നല്ലൊരു വേജ് പോളിസിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ. എന്താണ് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ അഡീഷൻ ടു ബേസ് കോമ്പൻസേഷൻ, സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് ദ വേജ് സ്ട്രക്ചർ ഓഫ് എനി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നമുക്കറിയാം ശമ്പളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത് അത് ബേസിക്കായിട്ട് ആ ജോലിക്ക് നിർബന്ധമായും കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു എമൗണ്ടാണ് ബേസിക് സാലറി എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു ബേസിക് സാലറി, ഈ ബേസിക് സാലറിക്ക് പുറമെ അവരുടെ വർക്കിൻ്റെ നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടും അവരെടുക്കുന്ന എഫേർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടും അവർക്ക് എന്താ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന കോമ്പൻസേഷനെയാണ് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കേൾവിയുള്ള ടേമാണ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയും. റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്കിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കമ്പനീസ് അഡീഷണൽ ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഇൻ അതർ വേർഡ്സ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻസെൻറ്റീവ് ആൻഡ് വേരിയബിൾ പേയ്മെൻറ്റ് ബേസ്ഡ് ഓൺ ഐദർ ഇൻഡിവിജ്വൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓഫ് ദ ഗ്രൂപ്പ് ആസ് എ ഹോൾ. ഒന്നില്ലെങ്കിൽ ഓരോ വ്യക്തിയും എത്ര ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തു എന്നതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വർക്കാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് എത്രത്തോളം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ഇൻസെൻറ്റീവ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന് തന്നെയാണ് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ, അതായത് നമ്മുടെ മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ടൈം ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് പറഞ്ഞു, അതേപോലെ തന്നെ പീസ് റേറ്റ് സിസ്റ്റം പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു സിസ്റ്റമാണ് ഇൻസെൻറ്റീവ് വേജ് എന്ന് പറയുന്നത്. ഇൻസെൻറ്റീവ് കോമ്പൻസേഷൻ ഈസ് കോൾഡ് പേയ്മെൻറ്റ് ബൈ റിസൾട്ട്സ്. ഈ ഇൻസെൻറ്റീവ് കോമ്പൻസേഷനെ പറയുന്ന വേറൊരു പേരാണ് പേയ്മെൻറ്റ് ബൈ റിസൾട്ട്. റിസൾട്ട് ഉണ്ടാക്കുന്നതിനനുസരിച്ച് പേയ്മെൻറ്റ് കൊടുക്കുക. ഇറ്റ് റെഫേഴ്സ് ടു പെർഫോമൻസ് ലിങ്ക്ഡ് കോമ്പൻസേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പറയുന്ന പേരെന്താണ്, പെർഫോമൻസുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്ന കോമ്പൻസേഷനാണ് ഇൻസെൻറ്റീവ് വേജ് എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ്, എംപ്ലോയീസ് കൂടുതൽ മോട്ടിവേറ്റഡ് ആവും, അതുവഴി അവർക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ വർക്കേഴ്സിന് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ കൂട്ടാനും അതുവഴി ബോണസ് കൊടുക്കുക, അഡീഷണൽ വർക്കിന് അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കുക, അതെല്ലാം അവരെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ദിസ് അഡീഷണൽ പേയ്മെൻറ്റ് ഈസ് കോൾഡ് ഇൻസെൻറ്റീവ് വേജസ്. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു
പേയ്മെൻറ്റിനെയാണ് ഇൻസെൻറ്റീവ് വേജസ് എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം പ്രകാരം ഇവിടെ എന്താ പറയുന്നത്, വർക്കേഴ്സിന് എല്ലാവർക്കും ഒരു ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന മിനിമം വേജസ് ഉണ്ട് ഫോർ ദ ടൈം സ്പെൻറ്റ്. അവർ ആ ഫേമിൽ ആ ഒരു ജോലി ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ മിനിമം വേജ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിൻ്റോടൊപ്പം തന്നെ പ്ലസ് എക്സ്ട്രാ വേജസ് ഫോർ ബെറ്റർ പെർഫോമൻസ്. ഇനി പിന്നെ നന്നായിട്ട് പെർഫോമൻസ് നടത്തുകയാണെന്ന് വെച്ചാൽ ഈ ബേസിക്കിൻ്റെ പുറമേ തന്നെ അവർക്ക് എന്ത് കൊടുക്കും, ഒരു എക്സ്ട്രാ ബെനിഫിറ്റും കൂടി കൊടുക്കും. ദ ഇൻസെൻറ്റീവ്സ് ആർ ഗിവൺ ഫോർ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ കൂടാനും, അതായത് ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് നോർമൽ ലെവലിനേക്കാൾ അപ്പുറത്തേക്ക് അവരുടെ വർക്ക് അവിടെ പോകുന്നുള്ളതാണ് പറയുന്നത്. ഇനി നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ, ഇന്ത്യയിൽ നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ തന്നെ പറയുന്നുണ്ട് എന്താണ് വേജ് ഇൻസെൻറ്റീവ് വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേജ് ഇൻസെൻറ്റീവ്സ് ആർ എക്സ്ട്രാ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. ദേ ആർ ഡിസൈൻഡ് ടു സ്റ്റിമുലേറ്റ് ഹ്യൂമൻ എഫേർട്ട് ബൈ റിവാർഡിംഗ് ദ പേഴ്സൺ over and above the time rated remuneration for improvement in the present or targeted result. അപ്പോൾ കമ്മീഷൻ തന്നെ പറയുന്നത് വേജ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടുള്ള ഫിനാൻഷ്യൽ മോട്ടിവേഷനാണ്. അത് ഹ്യൂമൻ എഫേർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, റിവാർഡ് ചെയ്യുക. അവരുടെ വർക്കിനെ നമ്മൾ കൺസിഡർ ചെയ്തു എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവണമെങ്കിൽ അവർ ചെയ്ത വർക്കിനെ നമ്മളൊന്ന് റിവാർഡ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നുണ്ട്. ഇതിനെയാണ് ഇൻസെൻറ്റീവ് വേജ് എന്ന് പറയുന്നത്. ജനറലി വാരി ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഓരോ ഇൻസെൻറ്റീവ്സ് പോളിസികളും ഒരു വ്യക്തിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും. കാരണം അവർ എടുത്തിരിക്കുന്ന അവരുടെ ആ പൊസിഷനും വർക്കിനെയൊക്കെ ബേസ് ചെയ്തിട്ട്. നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. These schemes increase the total wage of workers as he gets premium or bonus besides prescribed wages. ഇങ്ങനെ നമ്മൾ ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോൾ നമുക്കറിയാം ആ വർക്കേഴ്സിൻ്റെ ടോട്ടൽ വേജ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. കാരണം നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഏണിങ് കപ്പാസിറ്റി അവിടെ കൂടുമെന്നുള്ളതാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, പെട്ടെന്ന് തന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് വർക്കേഴ്സിനെ കൂടുതൽ നേരം വർക്ക് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ഡിസിപ്ലിൻ. അതുവഴി നമ്മുടെ ഫേമിൽ നല്ലൊരു കോഡിയൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവുക, നല്ലൊരു ഡിസിപ്ലിൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് വിൽ വർക്ക് ഹാർഡ് ആൻഡ് ട്രൈസ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ടു ഏൺ മോണിറ്ററി റിവാർഡ്സ്. എപ്പോഴും അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു തോന്നൽ വർക്കേഴ്സിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ അപ്പോൾ വരുമ്പോൾ ഈ കോസ്റ്റ് ഓഫ് സൂപ്പർവിഷനൊക്കെ അവിടെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. ആൻഡ് ഹെൽപ്സ് ടു ക്രിയേറ്റ് എ ടീം സ്പിരിറ്റ് എമംഗ് എംപ്ലോയീസിനിടയിൽ ഒരു ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. പ്രൊഡക്ടിവിറ്റി കൂടുന്നു. മ്യൂച്വൽ കോപ്പറേഷൻ എമംഗ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് അവിടെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഒരു പരിധി വരെ ലേബർ ടേൺ ഓവർ, ആബ്സെൻറ്റീസം ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെൻറ്റ്, അവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും അതേപോലെ തന്നെ അതിനെയൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ, പിന്നെ സ്ക്രാപ്പ് അതൊരു പരിധിവരെ കുറയ്ക്കാൻ, റെഡ്യൂസ്ഡ് ലോസ്റ്റ് ടൈം, സമയം വേസ്റ്റ് ചെയ്യാതെ ഉള്ള സമയത്തിൽ മാക്സിമം വർക്ക് ചെയ്യാനതിന് വേണ്ടിയിട്ടെല്ലാം ഈ ഒരു ഇൻസെൻറ്റീവ് സ്കീം ഉപയോഗപ്രദമാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന ഇൻസെൻറ്റീവ് സ്കീംസിൻ്റെ പോരായ്മകൾ. നമുക്കറിയാം എല്ലാ സിസ്റ്റത്തിനും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഡിമെറിറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിങ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ്. ഒരു സാധ്യതയാണ് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യും. കാരണം ഇവിടെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യും തോറും നമ്മളതിൻ്റെ ക്വാളിറ്റി അവിടെ ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതൊരു റീസൺ പറയുന്നത് അതാണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് വർക്കേഴ്സ് പെയ്ഡ് ബൈ റിസൾട്ട്സ് ഡിസ്റിഗാർഡ് സെക്യൂരിറ്റി റെഗുലേഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് ഹൈ ഔട്ട്പുട്ട്. കാരണം അവിടെ അവരോട് പറയുന്ന വർക്ക് നിങ്ങൾ എത്ര ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പല കാര്യങ്ങളും സെക്യൂരിറ്റി റെഗുലേഷനൊക്കെ അവിടെ ഡിസ്റിഗാർഡ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനൊന്നും വേണ്ട രീതിയിൽ അവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. കാരണം ചില വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള വർക്കുകളൊക്കെ ആയിരിക്കും. സം വർക്കേഴ്സ് മേ ഓവർ വർക്ക് ഡേ ആൻഡ് നൈറ്റ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ അഫക്റ്റ് ദെയർ ഹെൽത്ത്. ചില ഹസാർഡസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവരവരുടെ ആരോഗ്യം പോലും നോക്കാതെ കണ്ട് വർക്ക് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് പോവുക.
അപ്പോൾ അതുവഴി എന്താ ഉണ്ടാവുന്നത്, മെല്ലെ അവരുടെ ആ ഒരു ആരോഗ്യം നശിക്കുന്നൊരവസ്ഥയിലേക്ക് പോകും. പിന്നെ ജലസി ആൻഡ് കോൺഫ്ലിക്ട്സ്, എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ തർക്കങ്ങളും അസൂയ അതേപോലെ തന്നെ കുശുമ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവർ നന്നായി വർക്ക് ചെയ്യണു, അവർ നന്നായി ഏൺ ചെയ്യണു, അപ്പോൾ അത് മറ്റുള്ള എംപ്ലോയീസിന് ചിലപ്പം വളരെയധികം ദേഷ്യമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ പ്രായമുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നതും പ്രായം കുറഞ്ഞ ആൾക്കാർ വർക്ക് ചെയ്യുന്നതൊക്കെ ഒരു വേരിയേഷൻ അവിടെ ഉണ്ടായിരിക്കും. ഏജ്ഡ് വർക്കേഴ്സ് ആർ ലൈക്ലി ടു ബി ക്രിട്ടിസൈസ്ഡ് ബൈ അതേഴ്സ് ഫോർ ബീയിങ് ടു സ്ലോ. കുറച്ച് ഏജായ ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുമ്പം അവരൊക്കെ കുറച്ചും കൂടി സ്ലോ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ അവർക്ക് എപ്പോഴും ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്നൊരവസ്ഥയൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. വർക്കേഴ്സ് മേ ഒപ്പോസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ മെഷീൻസ്. പിന്നെ അതേപോലെ തന്നെ പുതിയ മെത്തേഡ്സും മെഷീൻസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വർക്കേഴ്സൊക്കെ ചിലപ്പം എല്ലാവരും ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. കാരണം ന്യൂ മെത്തേഡ്സും മെഷീനറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഏണിങ്സ് പോവുമോ, അവരിതുവരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു വന്നതാണ്, അതിനുള്ള ബെനിഫിറ്റും കിട്ടി. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അവരുടെ വരുമാനം പോവുമോ എന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വർക്കേഴ്സ് ടെൻഡ് ടു ട്രീറ്റ് ദെയർ ഹയസ്റ്റ് ഏർണിങ്സ് ആസ് നോർമൽ ആൻഡ് ദേ ഇൻസിസ്റ്റ് ടു ഗെറ്റ് ആസ് മിനിമം വേജസ്. ഇറ്റ് വിൽ ഇൻക്രീസ് ലേബർ കോസ്റ്റ്. പിന്നെ ലേബർ കോസ്റ്റ് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക. കാരണം ടു ട്രീറ്റ് ദെയർ ഹയസ്റ്റ് ഏർണിങ്സ് ആസ് നോർമൽ, അവരുടെ ആ ഹയസ്റ്റ് ഏർണിങ്സിനെ ഒരു നോർമൽ ലെവലിലേക്ക് അവർ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ, ലേബർ കോസ്റ്റ് അവിടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് 6th പോയിന്റിൽ പറയുന്നത് സെറ്റിംഗ് പീസ് ഓർ ബോണസ് റേറ്റ്സ് ഇൻ ഇൻസെൻറ്റീവ് സ്കീം ഈസ് ഡിഫിക്കൾട്ട് ടാസ്ക്. ഇൻസെൻറ്റീവ് സ്കീമിൽ നമുക്ക് പലതരത്തിലുള്ള സ്കീമുകളുണ്ട്. അതിൽ ഇന്നത് വേണം അല്ലെങ്കിൽ പീസ് റേറ്റ് വേണം ബോണസ് റേറ്റ് വേണം എന്നൊക്കെ ഫിക്സ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. കാരണം ഇഫ് ദ റേറ്റ് ഫിക്സ്ഡ് ഈസ് ലോ ദ വർക്കേഴ്സ് ആർ ഇമ്പോസ്ഡ് ടു വർക്ക് മോർ ആൻഡ് ഇഫ് ദ റേറ്റ് ഈസ് ഹൈ ദ വർക്കേഴ്സ് മേ ലോസൺ ദെയർ എഫേർട്സ്. റേറ്റ് ലോ ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ വർക്കേഴ്സിൻ്റെ മുകളിൽ കൂടുതൽ ജോലിഭാരം വരുന്നു. റേറ്റ് വളരെ ഹൈ ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ വർക്കേഴ്സ് മേ ലൂസൺ ദെയർ, അവരുടെ എഫേർട്ട് അവിടെ ഇല്ലാതാവുന്നൊരവസ്ഥയാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് വെൻ പ്രൊഡക്ഷൻ ഈസ് ഡിസ്ട്രപ്റ്റഡ് ഡ്യൂ ടു മാനേജ്മെൻറ്റ് ഫോൾട്ട് ദ വർക്കേഴ്സ് വിൽ ഇൻസിസ്റ്റ് ടു ഗെറ്റ് എ കോമ്പൻസേഷൻ. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഫോൾട്ട് കൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് തടസ്സപ്പെടുകയാണെങ്കിൽ വർക്കേഴ്സ് വിൽ ഇൻസിസ്റ്റ് ഗെറ്റ് എ കോമ്പൻസേഷൻ. അവർക്ക് നിർബന്ധമായും കോമ്പൻസേഷൻ വേണമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അവിടെ പോവുക. കാരണം അവർ പണി ചെയ്യാത്തതുകൊണ്ടല്ലല്ലോ അത് റെഡ്യൂസ് ആവുന്നത്, അത് മാനേജ്മെൻറ്റ് ഫോൾട്ട് കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് ഒരു സൗണ്ട് വേജ് പോളിസിയുടെ ആവശ്യകത, അതിൻ്റെ നീഡ് എന്താണെന്നുള്ളതും അതേപോലെ നമ്മുടെ മൂന്നാമത്തെ മെത്തേഡായിട്ടുള്ള ഇൻസെൻറ്റീവ് വേജസ്, എന്താണ് ഇൻസെൻറ്റീവ് വേജ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്, ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞ പോയിൻറ്റ്സ്. ഇതുവരെയുള്ള പോയിൻറ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.